പ്രിയരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 105 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 35 വാക്യങ്ങൾ. 2. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 6 ശീർഷകങ്ങൾ. 3. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. 4. എന്തിലാണ് അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ യേശുവിനെ അറിയിച്ചത്? ഉത്തരം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ. 5. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? ഉത്തരം പീലാത്തോസ്. 6. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആരാണ്? ഉത്തരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ. 7. വിശുദ്ധ ലൂക്ക 13:2 ഇവർ ആരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് കരുതുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം മറ്റെല്ലാ ഗലീലിയരെയുംകാൾ. 8. ഡാഷ് അവർ മറ്റെല്ലാ ഗലീലിയരെയുംകാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് കരുതുന്നുവോ? പൂരിപ്പിക്കുക. ഉത്തരം ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട്. 9. എന്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. 10. വിശുദ്ധ ലൂക്ക 13:3 പ്രകാരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നശിക്കും. 11. എങ്ങനെ 18 പേർ മരിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 13:4 പറയുന്നത്? ഉത്തരം സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. 12. ഡാഷ് ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നുവോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പൂരിപ്പിക്കുക. ഉത്തരം സിലോഹായിലെ ഗോപുരം. 13. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിശുദ്ധ ലൂക്ക 13:4 പറയുന്നത്? ഉത്തരം 18 പേർ. 14. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും എങ്ങനെ നശിക്കുമെന്നാണ് വിശുദ്ധ ലൂക്ക 13:5 പറയുന്നത്? ഉത്തരം സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടതുപോലെ. 15. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ഉത്തരം ഫലം തരാത്ത അത്തിവൃക്ഷം. 16. വിശുദ്ധ ലൂക്ക 13:6 പ്രകാരം ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് നട്ടുപിടിപ്പിച്ചത്? ഉത്തരം ഒരു അത്തിവൃക്ഷം. 17. ഒരുവൻ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ. 18. അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ എന്തിനു വേണ്ടിയാണ് മുന്തിരിത്തോട്ടത്തിൽ വന്നത്? ഉത്തരം അത്തിവൃക്ഷത്തിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ. 19. അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ അത്തിവൃക്ഷത്തിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ മുന്തിരിത്തോട്ടത്തിൽ വന്നപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം അത്തിപ്പഴമൊന്നും കണ്ടില്ല. 20. എത്ര വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നു എന്നാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം 3 വർഷമായി. 21. 3 വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നുവെന്ന് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം കൃഷിക്കാരനോട്. 22. അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ 3 വർഷമായി എന്ത് അന്വേഷിച്ചു വരുന്നു എന്നാണ് കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം. 23. 3 വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമൊന്നും കാണാത്തതിനാൽ എന്ത് ചെയ്യാനാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം അത്തിമരത്തിനെ വെട്ടിക്കളയാൻ. 24. 3 വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമൊന്നും കാണാത്തതിനാൽ എന്ത് ചോദ്യമാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് ചോദിച്ചത്? ഉത്തരം എന്തിന്
നിലം പാഴാക്കണം. 25. 3 വർഷമായി ഫലമൊന്നും ലഭിക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനനോട് കൃഷിക്കാരൻ എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? ഉത്തരം 4 കാര്യങ്ങൾ. 26. 3 വർഷമായി ഫലമൊന്നും ലഭിക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനനോട് കൃഷിക്കാരൻ ആദ്യം പറഞ്ഞത് എന്താണ്? ഉത്തരം യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. 27. 3 വർഷമായി ഫലമൊന്നും ലഭിക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനനോട് കൃഷിക്കാരൻ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഉത്തരം ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. 28. 3 വർഷമായി ഫലമൊന്നും ലഭിക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനനോട് കൃഷിക്കാരൻ മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഉത്തരം മേലിൽ ഫലം നൽകിയേക്കാം. 29. 3 വർഷമായി ഫലമൊന്നും ലഭിക്കാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനനോട് കൃഷിക്കാരൻ നാലാമത് പറഞ്ഞത് എന്താണ്? ഉത്തരം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. 30. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ഉത്തരം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. 31. ഒരു സാബത്തിൽ യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം ഒരു സിനഗോഗിൽ. 32. ഒരു സിനഗോഗിൽ യേശു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 33. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച രോഗിണിയെ എങ്ങനെയുള്ള ഒരുവളാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നത്? ഉത്തരം നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ. 34. എത്ര വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവളാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നത്? ഉത്തരം 18 വർഷമായി. 35. എങ്ങനെയാണ് ഒരുവൾ 18 വർഷമായി രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയത്? ഉത്തരം ഒരു ആത്മാവ് ബാധിച്ച്. 36. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവളെ കണ്ടപ്പോൾ യേശു അടുത്തു വിളിച്ച് പറഞ്ഞതെന്താണ്? ഉത്തരം സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. 37. കൂനിപ്പോയ സ്ത്രീയെ കണ്ടപ്പോൾ യേശു അവളെ അടുത്തു വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം യേശു എന്താണ് ചെയ്തത്? ഉത്തരം യേശു കൂനുള്ള സ്ത്രീയുടെ മേൽ കൈകൾ വച്ചു. 38. കൂനിപ്പോയ സ്ത്രീയെ കണ്ടപ്പോൾ യേശു അവളെ അടുത്തു വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ എന്തുണ്ടായി? ഉത്തരം തൽക്ഷണം കൂനുള്ള സ്ത്രീ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. 39. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചത് ആരാണ്? ഉത്തരം സിനഗോഗ് അധികാരി. 40. സിനഗോഗ് അധികാരി കോപിച്ചത് എന്തിനാണ്? ഉത്തരം യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിനാൽ. 41. സാബത്തിൽ സിനഗോഗിൽ വെച്ച് യേശുവിൽ നിന്ന് രോഗസൗഖ്യം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കൂനുള്ള സ്ത്രീക്ക്. 42. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗ് അധികാരി എത്ര കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം 3 കാര്യങ്ങൾ. 43. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗ് അധികാരി ജനങ്ങളോട് ആദ്യം പറഞ്ഞത് എന്താണ്? ഉത്തരം ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. 44. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗ് അധികാരി രണ്ടാമത് ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഉത്തരം ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. 45. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗ് അധികാരി മൂന്നാമത് ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഉത്തരം സാബത്തിൽ പാടില്ല. 46. സിനഗോഗ് അധികാരി സാബത്തിൽ രോഗശാന്തി പാടില്ലെന്ന് പറഞ്ഞത് കേട്ട യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഉത്തരം 2 ചോദ്യങ്ങൾ. 47. കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ എന്ത് ചെയ്യുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 48. കൂനുള്ള സ്ത്രീയെ 18 വർഷം ആരാണ് ബന്ധിച്ചിട്ടിരുന്നത്? ഉത്തരം സാത്താൻ. 49. കൂനുള്ള സ്ത്രീയെ
യേശു വിളിക്കുന്നത് എന്താണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ മകൾ. 50 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം എന്ത് ചെയ്യേണ്ടതില്ലെന്നോ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം അഴിച്ചുവിടേണ്ടതില്ലെന്നോ. 51 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ. യേശുവിൻ്റെ ഈ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആരാണ്? ഉത്തരം യേശുവിൻ്റെ പ്രതിയോഗികളെല്ലാം. 52 യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത് ആരാണ്? ഉത്തരം ജനക്കൂട്ടം മുഴുവൻ. 53 ജനക്കൂട്ടം മുഴുവൻ സന്തോഷിച്ചത് യേശുവിൻ്റെ എന്തിനെക്കുറിച്ചാണ്? ഉത്തരം യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച്. 54 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ഉത്തരം കടുകുമണിയും പുളിമാവും. 55 വിശുദ്ധ ലൂക്ക 13:18 യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഉത്തരം 2 ചോദ്യങ്ങൾ. 56 ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമായത് എന്താണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ദൈവരാജ്യം. 57 ഒരുവൻ എവിടെ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം തോട്ടത്തിൽ പാകിയ. 58 ഒരുവൻ തോട്ടത്തിൽ പാകിയ കടുകുമണി വളർന്ന് മരമായപ്പോൾ ആകാശത്തിലെ പക്ഷികൾ എന്താണ് ചെയ്തത്? ഉത്തരം കടുകുമരത്തിൻ്റെ ശാഖകളിൽ ചേക്കേറി. 59 വിശുദ്ധ ലൂക്ക 13:20 യേശു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? 60 എന്തു ചേർത്തുവെച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 3 അളവ് മാവിൻ്റെ മുഴുവൻ പുളിപ്പും. 61 എത്ര അളവ് മാവിൻ്റെ മുഴുവൻ പുളിപ്പും പോലെയാണ് ദൈവരാജ്യം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 3 അളവ്. 62 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ യേശു എന്തിനോടൊക്കെയാണ് ഉപമിക്കുന്നത്? ഉത്തരം കടുകുമണിയോടും പുളിമാവിനോടും. 63 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ഉത്തരം ഇടുങ്ങിയ വാതിൽ. 64 എവിടേക്കാണ് യേശു യാത്ര ചെയ്യുകയായിരുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. 65 യേശു എങ്ങനെയാണ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നത്? ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട്. 66 ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുവൻ യേശുവിനോട് ചോദിച്ചത് എന്താണ്? ഉത്തരം കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? 67 എങ്ങനെയുള്ളവർ ചുരുക്കമാണോ എന്നാണ് ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ യേശുവിനോട് ഒരുവൻ ചോദിച്ചത്? ഉത്തരം രക്ഷ പ്രാപിക്കുന്നവർ. 68 രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യാനാണ് യേശു പറഞ്ഞത്? ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കാൻ. 69 ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ആർക്കാണ്? ഉത്തരം അനേകം പേർക്ക്. 70 അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. ഇത് യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിനെക്കുറിച്ച്. 71 എപ്പോഴാണ് നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുന്നത്? ഉത്തരം വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ. 72 കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുമ്പോൾ വീട്ടുടമസ്ഥൻ എന്താണ് പറയുന്നത്? ഉത്തരം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. 73 നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ വീട്ടുടമസ്ഥൻ്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് വാതിലിൽ മുട്ടുന്നവർ പറഞ്ഞത്? ഉത്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന്. 74 നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ വീട്ടുടമസ്ഥൻ വാതിലിൽ മുട്ടുന്നവരുടെ തെരുവുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഉത്തരം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 75 വാതിൽക്കൽ മുട്ടുന്ന അനേകരോട് അകന്നു പോകാൻ വീട്ടുടമസ്ഥൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവരായതിനാൽ. 76
കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുന്നവർ ആരെയൊക്കെയാണ് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണുന്നത്? ഉത്തരം: അബ്രാഹാവും ഇസാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. 77. അബ്രാഹവും ഇസാക്കും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം: വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. 78. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് എന്താണ് ചെയ്യുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. 79. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ എങ്ങനെയുള്ളവരാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഉത്തരം: മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും. 80. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്താണ്? ഉത്തരം: ജെറുസലേമിനെക്കുറിച്ചുള്ള വിലാപം. 81. ചില ഫരിസേയർ വന്ന് യേശുവിനോട് ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞത് എന്തിനാണ്? ഉത്തരം: ഹേറോദേസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്നതിനാൽ. 82. ഹേറോദേസ് കൊല്ലാൻ ഒരുങ്ങുന്നതായി യേശുവിനെ അറിയിച്ചതാരാണ്? ഉത്തരം: ചില ഫരിസേയർ. 83. യേശുവിനെ ഹേറോദേസ് കൊല്ലാൻ ഒരുങ്ങുന്നതായി യേശുവിനെ അറിയിച്ച ചില ഫരിസേയർ യേശുവിനോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഉത്തരം: ഇവിടെ നിന്ന് പോകാൻ. 84. വിശുദ്ധ ലൂക്കാ 13:32 യേശു ഹേറോദേസിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: കുറുക്കൻ. 85. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ. യേശു ഇത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ചില ഫരിസേയരോട്. 85. ഇന്നും നാളെയും എന്ത് ചെയ്യുമെന്ന് ഹേറോദേസിനോട് പറയാനാണ് ചില ഫരിസേയരോട് യേശു പറഞ്ഞത്? ഉത്തരം: പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുമെന്ന്. 87. മൂന്നാം ദിവസം യേശു എന്ത് പൂർത്തിയാക്കിയിരിക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം: യേശുവിൻ്റെ ദൗത്യം. 88. ഇന്നും നാളെയും മറ്റന്നാളും എന്ത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: യേശുവിൻ്റെ യാത്ര. 89. ജെറുസലേമിന് പുറത്തുവച്ച് എന്ത് സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. 90. ഒരു പ്രവാചകൻ എവിടെ വച്ച് നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ജെറുസലേമിന് പുറത്തുവച്ച്. 91. ആരെ കൊല്ലുന്ന പട്ടണമെന്നാണ് യേശു ജെറുസലേമിനെ വിശേഷിപ്പിച്ചത്? ഉത്തരം: പ്രവാചകന്മാരെ. 92. പ്രവാചകന്മാരെ കൊല്ലുന്ന പട്ടണം ഏതാണ്? ഉത്തരം: ജെറുസലേം. 93. ജെറുസലേമിൻ്റെ അടുത്തേക്ക് അയക്കുന്നവരെ എന്ത് ചെയ്യുന്നവൾ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കല്ലെറിയുന്നവൾ. 94. അടുത്തേക്ക് അയക്കുന്നവരെ കല്ലെറിയുന്ന പട്ടണം ഏതാണ്? ഉത്തരം: ജെറുസലേം. 95. ഏതുപോലെ ജെറുസലേമിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിനാണ് എത്രയോ പ്രാവശ്യം യേശു ആഗ്രഹിച്ചത്? ഉത്തരം: പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ. 96. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ആരെ ഒന്നിച്ച് നിർത്താനാണ് യേശു എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചത്? ഉത്തരം: ജെറുസലേമിൻ്റെ സന്തതികളെ. 97. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ജെറുസലേമിൻ്റെ സന്തതികളെ ഒന്നിച്ച് ചേർക്കുന്നതിന് യേശു എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും സമ്മതിക്കാത്തത് ആരാണ്? ഉത്തരം: ജെറുസലേംകാർ. 98. ജെറുസലേംകാരുടെ ഭവനം എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പരിത്യക്തമായിരിക്കുന്നു. 99. എന്ത് പറയുന്നതുവരെ ജെറുസലേംകാർ യേശുവിനെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. 100. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:6 സമാനമായ ബൈബിൾ ഭാഗങ്ങളേവ? ഉത്തരം: വിശുദ്ധ മത്തായി 21 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസ് 11 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. 101. വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:14 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? ഉത്തരം: പുറപ്പാട് 20
9ഉം 10ഉം വാക്യങ്ങളും, നിയമാവർത്തനം 5-ാം അധ്യായം 13ഉം 14ഉം വാക്യങ്ങളും. 102 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:15 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? ഉത്തരം വിശുദ്ധ മത്തായി 12-ാം അധ്യായം 11-ാം വാക്യവും വിശുദ്ധ ലൂക്ക 14-ാം അധ്യായം 5-ാം വാക്യവും. 103 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:25 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? ഉത്തരം വിശുദ്ധ മത്തായി 25-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 104 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:30 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? ഉത്തരം വിശുദ്ധ മത്തായി 19-ാം അധ്യായം 30-ാം വാക്യവും വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായം 31-ാം വാക്യവും. 105 വിശുദ്ധ ലൂക്കാ സുവിശേഷം 13:35 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? ഉത്തരം സങ്കീർത്തനങ്ങൾ 118-ാം അധ്യായം 26-ാം വാക്യവും വിശുദ്ധ ലൂക്ക 19-ാം അധ്യായം 38-ാം വാക്യവും.